ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിന് പാൻ കാർഡ് ഒരു ഔദ്യോഗിക രേഖയാണ്. അതിനാൽ തന്നെ ഇന്ന് ഭൂരിഭാഗം ആളുകളുടെ കയ്യിലും പാൻ കാർഡ് ഉണ്ട്. ഇത്തരത്തിൽ പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ആദായ നികുതി വകുപ്പ് നൽകുന്ന പാൻ കാർഡ് അഥവാ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഇന്ത്യയിൽ ഏതൊരു പൗരന്റെയും സാമ്പത്തിക രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന്, നികുതി അടക്കുന്നതിന്, വീടും ഓഹരികളും വാങ്ങുന്നതിന് തുടങ്ങി ഒട്ടേറെ സാമ്പത്തിക കാര്യങ്ങൾക്ക് പാൻ കാർഡ് ആവശ്യമാണ്. നികുതിദായകരുടെ വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്നതിനാണ് ആദായ നികുതി വകുപ്പ് പാൻ കാർഡ് അവതരിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഓരോ നികുതിദായകനും നൽകുന്ന ഈ നമ്പർ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതായത് ഒരു സീരിയൽ നമ്പറിൽ ഒരു പാൻ കാർഡ് മാത്രമേ രാജ്യത്ത് ഉണ്ടാകൂ. അതിനാൽ ഒരാൾക്ക് ലഭിക്കുന്ന പാൻ കാർഡ് രാജ്യത്ത് വേറെ ആർക്കും ഉണ്ടാകില്ല. പാൻ കാർഡ് നൽകുന്നതിലൂടെ ഓരോ നികുതിദായകന്റെയും സാമ്പത്തിക ഇടപാടുകൾ ക്രോഡീകരിച്ച് അവലോകനം ചെയ്യാൻ ആദായ നികുതി വകുപ്പിന് എളുപ്പത്തിൽ കഴിയും. ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ കമ്പനിയുടെയും പേരിലുള്ള പാൻ കാർഡ് നമ്പറിലായിരിക്കും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ നികുതി സംബന്ധമായ എല്ലാ വിവരങ്ങളും ആദായ നികുതി വകുപ്പിന് എളുപ്പത്തിൽ പരിശോധിക്കാനും നികുതി വെട്ടിപ്പുകൾ തടയാനും സാധിക്കും. കൂടാതെ അനധികൃതമായ പണമിടപാടുകൾ തടയാനും പാൻ കാർഡ് സഹായിക്കും. എന്നാൽ പാൻ കാർഡ് ഏതൊക്കെ കാര്യങ്ങൾക്ക് നിർബന്ധമാണെന്ന് പല ആളുകൾക്കും അറിയില്ല. ബാങ്കുകളിൽ 50,000 രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം നടത്തുമ്പോഴും 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡ്രാഫ്റ്റ് നിക്ഷേപിക്കുമ്പോഴും ക്രെഡിറ്റ് കാർഡിനോ മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ പദ്ധതികൾക്കോ അപേക്ഷിക്കുന്ന സമയത്തും പാൻ കാർഡ് നിർബന്ധമാണ്. 1,00,000 മുകളിൽ വില വരുന്ന ആസ്തികളുടെ ഇടപാടുകൾ നടത്തുമ്പോഴും 5 ലക്ഷത്തിൽ കൂടുതൽ മൂല്യമുള്ള സ്ഥലം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെങ്കിലും പാൻ കാർഡ് വിവരങ്ങൾ നൽകണം. കയറ്റുമതി അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുമ്പോഴും 25,000 രൂപയ്ക്ക് മുകളിലുള്ള വിദേശ യാത്രകൾ നടത്തുന്നതിനും പാൻ കാർഡ് വേണം. നമ്മുടെ രാജ്യത്ത് വിവിധ തരം പാൻ കാർഡുകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ വ്യക്തികൾക്കും നൽകുന്ന സാധാരണ പാൻ കാർഡാണ്. രണ്ടാമത്തേത് രാജ്യത്തുള്ള കമ്പനികൾക്ക് നൽകുന്ന പാൻ കാർഡുകളാണ്. മൂന്നാമത്തേത് വിദേശ പൗരന്മാർക്ക് നൽകുന്ന പാൻ കാർഡാണ്. വിദേശ കമ്പനികൾക്കും പാൻ കാർഡ് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഈ 4 തരത്തിലുള്ള പാൻ കാർഡുകൾ ഇന്ത്യയിലുണ്ട്. പാൻ കാർഡ് കാലഹരണപ്പെടുമോ അല്ലെങ്കിൽ ഇത് പുതുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പലർക്കും സംശയമാണ്. ഒരു വ്യക്തിക്ക് പാൻ കാർഡ് നൽകുമ്പോൾ അത് ആജീവനാന്തം നൽകുന്നതാണ്. അത് പുതുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ QR കോഡുള്ള പാൻ കാർഡ് 2.0 കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും മുമ്പ് നൽകിയ പാൻ കാർഡ് നമ്പർ തന്നെയാണ് പുതിയതിലും ഉണ്ടാവുക. ഒരു പാൻ കാർഡ് റദ്ദാക്കുന്നത് ആ പാൻ കാർഡ് ഉടമയുടെ മരണത്തോടുകൂടിയാണ്. അതിനാൽ തന്നെ പാൻ കാർഡുകൾ കാലഹരണപ്പെടുന്നു എന്നുള്ള സന്ദേശങ്ങൾ എത്തുമ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ആദായ നികുതി നിയമം 1961 സെക്ഷൻ 139A പ്രകാരം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വയ്ക്കാൻ അനുവാദമുള്ളൂ. നിങ്ങളുടെ പേരിൽ ഒരു പാൻ കാർഡ് നിലവിലുണ്ട് എങ്കിൽ വീണ്ടും പുതിയ പാൻ കാർഡിനെ അപേക്ഷിക്കാനുള്ള അർഹതയില്ല. അങ്ങനെ ചെയ്യുന്നത് നിയമലംഘനമാണ്. ആരെങ്കിലും അറിയാതെ 2 പാൻ കാർഡുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് സറണ്ടർ ചെയ്യേണ്ടതാണ്. 2 പാൻ കാർഡ് ഉള്ളവർ അതെങ്ങനെ സറണ്ടർ ചെയ്യണമെന്ന് നോക്കാം. അതിനായി ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക NSDL പോർട്ടലിലേക്ക് പോയി അപ്ലൈ ഫോർ പാൻ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ആപ്ലിക്കേഷൻ തരം വിഭാഗത്തിന് താഴെ നൽകിയിട്ടുള്ള നിലവിലുള്ള പാൻ ഡാറ്റയിലെ തിരുത്തൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പാൻ റദ്ദാക്കൽ ഫോം സ്ക്രീനിൽ ദൃശ്യമാകും. ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക. കൂടാതെ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാൻ കാർഡ് വിവരങ്ങൾ സൂചിപ്പിക്കുക. പിന്നീട് സമർപ്പിക്കുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവസാനമായി ഓൺലൈൻ പേയ്മെന്റ് നടത്തി ഭാവി ആവശ്യങ്ങൾക്കായി ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുക. ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉള്ളവർ ഇങ്ങനെ സറണ്ടർ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ ആദായ നികുതി നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കുന്നതിനാൽ പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വന്നേക്കാം. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉണ്ടെങ്കിൽ 1961 ആദായ നികുതി നിയമം 272B വകുപ്പ് പ്രകാരം ആദായ നികുതി വകുപ്പ് അവർക്കെതിരെ നടപടി ആരംഭിക്കുന്നതാണ്. ഈ നിയമപ്രകാരം 10,000 രൂപ മുതൽ 15,000 രൂപ വരെയൊക്കെ പിഴ ചുമത്തുന്നതുമാണ്.
ഇനി പാൻ കാർഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോഴും അത് NSDL വെബ്സൈറ്റ് വഴിയാണ് നടത്തേണ്ടത്. അല്ലെങ്കിൽ UDISL പോർട്ടൽ മുഖേനയും നടത്താവുന്നതാണ്. ചില സമയങ്ങളിൽ കുട്ടികൾക്കും പാൻ കാർഡ് വേണ്ടിവരും. കുട്ടിയുടെ പേരിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേരുകളിലുള്ള നിക്ഷേപത്തിൽ കുട്ടിയെ നോമിനി ആക്കണമെന്നുണ്ടെങ്കിലും കുട്ടിക്ക് പാൻ കാർഡ് വേണം. പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് വരുമാന സ്രോതസ് ഉണ്ടെങ്കിലും പാൻ കാർഡ് വേണ്ടിവരും. അതിനാൽ ഇക്കാര്യം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.